Good morning. It is our last day together. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മൾ ഒരുമിച്ചുള്ള ഇവിടുത്തെ അവസാനത്തെ ദിവസമാണ്. At least on this earth. ഈ ഭൂമിയിൽ നമുക്കിവിടെ കൂടി വരുവാൻ ലഭിച്ച ഈ സമയത്ത് ലഭിച്ച അവസാന ദിവസമാണ്. But by God's grace we will spend eternity together. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നിത്യതയോളം നാം ഒരുമിച്ച് കൂടി വരുവാൻ പോവുകയാണ്. But we are now in the preparation time for heaven. ഇന്ന് ഈ നാളുകളിൽ നാം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. Soon all our troubles will be over. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വേഗത്തിൽ അവസാനിക്കും. But first we need to fulfill a mission that God gave on this earth. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നാം പൂർത്തിയാക്കണം. Let me ask you, is it an easy mission to be fulfilled? ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയ ആ ദൗത്യം വളരെ നിസ്സാരമായി എളുപ്പത്തിൽ ചെയ്യുവാൻ പറ്റിയ ഒരു ദൗത്യമാണോ? It's not. അതൊരിക്കലും അങ്ങനെയല്ല. It's the hardest. അത് ഏറ്റവും കടുപ്പമേറിയ ഒരു ദൗത്യമാണ്. But through the power of the Lord it will be finished. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ ആ ദൗത്യം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും. But God knows that we need help. ദൈവത്തിന് അറിയാം നമുക്ക് ഈ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് സഹായം ആവശ്യമാണെന്ന്. So we need help, so he sent us help through the prophets. നമുക്ക് സഹായം ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള ദൈവം നമ്മുടെ സഹായകന്മാരായിരിക്കാൻ നമുക്കായി ദൈവം പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. Do you know how God guided his people throughout the ages? ഓരോ കാലത്തും ദൈവം തന്റെ ജനത്തെ എപ്രകാരമാണ് വഴി നടത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ? It was through the prophets. ദൈവം തന്റെ ജനത്തെ വഴി നടത്തിയത് പ്രവാചകന്മാരിലൂടെയായിരുന്നു. The prophets are the primary means of God's communication to us. നമ്മോടുള്ള ദൈവത്തിന്റെ സംസാരത്തിന്, നമ്മോടുള്ള ദൈവത്തിന്റെ ആശയവിനിമയത്തിന് ദൈവം വിനിയോഗിച്ചത് പ്രവാചകന്മാരെയായിരുന്നു. The prophets are not something that we elect. നാം തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലുമല്ല സത്യത്തിൽ പ്രവാചകന്മാർ. We can elect pastors, administrators. നമുക്കൊരു പക്ഷേ ശുശ്രൂഷകന്മാരെയോ നേതാക്കന്മാരെയോ തിരഞ്ഞെടുക്കാം. But the church doesn't vote a new prophet. എന്നാൽ സഭയ്ക്ക് ഒരിക്കലും ഒരു പുതിയ പ്രവാചകനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കില്ല. The prophets are chosen by the Lord. കാരണം പ്രവാചകന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. And they carry the authority of God. ദൈവത്തിന്റെ അധികാരമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. We are not to be questioning the prophets that God sends. ദൈവം അപ്രകാരം അയച്ച പ്രവാചകന്മാരെ ചോദ്യം ചെയ്യുകയല്ല നമ്മുടെ ദൗത്യം. Nor disregarding them. അവരെ വില കുറച്ച് കാണുകയുമല്ല നമ്മുടെ ദൗത്യം. What we need to do is to test them. നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്ന പ്രവാചകന്മാരെ പരിശോധിക്കുകയാണ് നാം ചെയ്യേണ്ടത്. Because there are false prophets and true prophets. കാരണം ഈ ലോകത്ത് കള്ള പ്രവാചകന്മാരും സത്യപ്രവാചകന്മാരും ഒരുപോലെ ഉണ്ട്. And if we test and see that they are false, നാം അപ്രകാരം അവരെ വചനത്തിലൂടെ പരിശോധിച്ച് അവർ വ്യാജന്മാരാണെന്ന് കണ്ടെത്തിയാൽ they are not to be tolerated but to be rejected. അവരെ നാം സഹിക്കണം എന്നല്ല, അവരെ കേൾക്കുവാൻ കൂട്ടാക്കാതെ അവരെ തള്ളിക്കളയണം എന്നാണ്. But if we test them and find out that they are true prophets, എന്നാൽ അപ്രകാരമുള്ള പ്രവാചകന്മാരെ പരിശോധിച്ച് അവർ സത്യപ്രവാചകന്മാരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ then our duty is to follow them. നമ്മുടെ ഉത്തരവാദിത്വം എന്നത് അപ്പോൾ അവരെ അനുവർത്തിക്കുക അല്ലെങ്കിൽ അവരെ പിൻപറ്റുക എന്നതാണ്. What would happen if you lived in the time of Jeremiah and you said, there's this new prophet, I don't know if I need to obey what he says. നിങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അവിടെ യിരെമ്യാ പ്രവാചകനാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. ആ പ്രവാചകനെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ പ്രവാചകന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, അവനെ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രവാചകനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? Would it be good for your spiritual experience? ആ ഒരു തള്ളിക്കളയൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും നന്മയാകുമോ ചെയ്യുക? Would it be good not to follow Jeremiah? യിരെമ്യാവിനെ പിൻപറ്റുക എന്നത് നിങ്ങൾക്ക് എപ്രകാരം നന്മയായി ഭവിക്കും? What would happen? എന്തായിരിക്കും സംഭവിക്കുക നാം അവനെ തിരസ്കരിച്ചാൽ? We would fail. We would be carried away and destroyed. നാം അപ്രകാരമുള്ള പ്രവാചകനെ തിരസ്കരിച്ചിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തിൽ പരാജയപ്പെട്ടവരും അപ്രകാരമുള്ള തെറ്റായ ആശയങ്ങൾക്ക് കീഴ്പ്പെട്ടവരുമായി തീരുമായിരുന്നു. What happened to the people who rejected the prophet John the Baptist? യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകനെ തിരസ്കരിച്ച ജനത്തിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്?
they were eventually led to reject also Jesus. അവർ യോഹന്നാൻ പ്രവാചകനെ തിരസ്കരിച്ചതുപോലെ അതേ ജനക്കൂട്ടം പിന്നാലെ വന്ന യേശു ക്രിസ്തുവിനെയും തിരസ്കരിക്കുവാനിടയായി. Now, if you put yourself in the place of God, how would you feel if you send somebody to help your people and your own people say, I don't need this prophet? നാം ഇപ്രകാരം ചിന്തിക്കുക, നമ്മെ സഹായിപ്പാനായി, നമ്മുടെ പ്രയാണത്തിൽ നമ്മെ സഹായിക്കുവാനായി ദൈവം നമുക്ക് ഒരു പ്രവാചകനെ അയക്കുന്നു. ആ പ്രവാചകനെ അയക്കുമ്പോൾ ആർക്ക് സഹായമായിരിക്കുവാനാണോ ദൈവം ആ പ്രവാചകനെ അയച്ചത്, ആ ജനങ്ങൾ തന്നെ ദൈവം അയച്ച പ്രവാചകന് വേണ്ട എന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് എപ്രകാരമായിരിക്കും ഉള്ളിൽ തോന്നുക? Would you feel pleased if your people are rejecting the person you sent to them? അപ്രകാരം ദൈവം അയച്ച പ്രവാചകനെ തന്റെ ജനം തള്ളിക്കളയുമ്പോൾ ആ തള്ളിക്കളയൽ നിമിത്തം ദൈവത്തിന് നമ്മോട് സംതൃപ്തി തോന്നുമോ, നമ്മോട് സന്തോഷം തോന്നുമോ? Or would you feel disappointed? അതല്ല, നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന കാഴ്ച കണ്ടിട്ട്, അയച്ച പ്രവാചകനെ തള്ളിക്കളഞ്ഞു എന്ന് കണ്ടിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് നിരാശ തോന്നുമോ? You would probably feel very disappointed. നാം ആയിരുന്നു ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ ഉറപ്പായും നാം ആ ഒരു പ്രവൃത്തി കണ്ട് നിരാശരാകും. The reason God sent the prophets is because we needed them. ദൈവം പ്രവാചകന്മാരെ അയച്ചത് നമുക്ക് പ്രവാചകന്മാരെ ആവശ്യമായതുകൊണ്ടാണ്. But when a human being, a failing human being, thinks that he knows more than God and that God is sending somebody but he's making a mistake, we're in dangerous ground. ഒരു മനുഷ്യൻ തെറ്റ് പറ്റുവാൻ സാധ്യതയുള്ള വെറും ഒരു മനുഷ്യൻ ദൈവം അയച്ച പ്രവാചകനെ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ശരിയെന്ന് ചിന്തിച്ച് തന്നിഷ്ടപ്രകാരം സഞ്ചരിച്ചാൽ ആ മനുഷ്യൻ എത്ര അപകടത്തിലാണ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. So today we will look at the role of the prophets and how God has used them in protecting his people. ഇന്ന് പ്രവാചകന്മാരുടെ ഭാഗധേയം എന്താണ് എന്ന് നാം പഠിക്കുവാൻ പോവുകയാണ്. പ്രവാചകന്മാർ എപ്രകാരമാണ് ദൈവജനത്തിന്റെ ജീവിതത്തെ പാകപ്പെടുത്തിയത്, നാം അത് പഠിക്കുവാൻ പോവുകയാണ്. Let's open our Bibles to Hosea chapter 12 verse 13. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Hosea 12:13. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 12:13. ഓക്കെ. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തിരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നു, ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. God brought Israel out of Egypt by some means. What was that means? ദൈവം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്നും ചില സഹായത്താലാണ് കൊണ്ടുവരപ്പെട്ടത് എന്ന് പറയുന്നു. എന്തായിരുന്നു ദൈവം അയച്ച ആ സഹായം? The Bible says by a prophet. വേദപുസ്തകം പറയുന്നത് ഒരു പ്രവാചകൻ മുഖാന്തിരം അവരെ കൊണ്ടുവന്നു എന്ന്. The Lord brought Israel out of Egypt. അപ്രകാരം ആ പ്രവാചകൻ മുഖാന്തിരം ദൈവം ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്നു. And by a prophet was he preserved. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു എന്ന് പറയുന്നു. A lot of people died in the wilderness, if you recall. നാം ഓർക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ധാരാളം പേർ മരുഭൂമിയിൽ മരിച്ചു വീണു. But the Lord is saying that through a prophet Israel was preserved. എന്നാൽ ദൈവത്തിന്റെ വേദപുസ്തകം വചനം പറയുകയാണ് ഒരു പ്രവാചകനാൽ മരുഭൂമിയിലുടനീളം അവർ പരിപാലിക്കപ്പെട്ടു എന്ന്. What would happen if the prophet wasn't there? Would they be preserved? അവിടെ ആ മരുഭൂ പ്രയാണ മധ്യേ അവരെ സഹായിപ്പാനായി, അവരെ പാലിക്കുവാനായി പ്രവാചകൻ അയക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് എങ്ങനെ ആ നാളുകളെ അതിജീവിക്കുവാൻ സാധിക്കുമായിരുന്നു? They would probably all have died in the wilderness. അവർക്ക് ഒരു പ്രവാചകന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും തന്നെ ആ മരുഭൂമിയിൽ മരിച്ചു പോയേനെ, നശിച്ചു പോയേനെ. But because God sent a prophet to help them, എന്നാൽ ദൈവം ഒരു പ്രവാചകനെ അവരെ സഹായത്തിനായിട്ട് അയച്ചതുകൊണ്ട് many of them reached the promised land. അനേകർക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. So let's look at a parallel with Israel in today. ഇന്ന് നാം ജീവിക്കുന്ന നമ്മെ ഇസ്രായേൽ ജനവുമായി ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കാം. So Israel was captive in Egypt. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നു. And they wanted to go to the earthly Canaan. അവർക്ക് ഈ ഭൂമിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ആ കനാനിലേക്ക് സഞ്ചരിക്കുവാൻ തക്കവണ്ണം നിയോഗമുണ്ടായി. Just as we
are captives in this world, and നാം ഇന്ന് ഈ ലോകത്തിന്റെ അടിമകളായി ഇന്ന് ഇവിടെ ചങ്ങലക്കിടപ്പെട്ടവരായി കഴിയുകയാണ്. and we want to go to the heavenly Canaan. എന്നാൽ ആ ചങ്ങലയെ പൊട്ടിച്ച് ഭേദിച്ച് നമുക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗീയ കനാനിലേക്ക് പോകുവാൻ നാം യാത്ര ചെയ്യുകയാണ്. Who was the prophet that God used to preserve Israel as they came out of Egypt? ആ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവാനിടയായ ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് വഴി നടത്തുവാൻ അവരെ പരിപാലിക്കേണ്ടതിന് ദൈവം അവർക്ക് വേണ്ടി അയച്ച പ്രവാചകൻ ആരായിരുന്നു? Moses. മോശ. So Moses was that prophet. മോശയാണ് അവരെ പരിപാലിക്കുവാൻ ദൈവം അയച്ച പ്രവാചകൻ. Now let me ask you, who did they want to be guided by? ആരാലാണ് നിങ്ങൾ ഇന്ന് പരിപാലിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? If we made a poll, would they say Moses is the one that we want to be guided by? നാം ഇന്ന് ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ നിങ്ങൾ മോശയാൽ നയിക്കപ്പെടുവാൻ പരിപാലിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ Yes or no? നാം ഇന്ന് അതെ എന്നോ ഇല്ല എന്നോ പറയുമോ? No. If they voted, they would not choose Moses. അവർക്ക് ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഒരിക്കലും അവർ മോശയെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. But who was the person that God chose? എന്നാൽ ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? Moses. So which means that our desire is different than God's choice. അവർ മോശയെ സ്വയം തിരഞ്ഞെടുക്കുമായിരുന്നില്ല, എന്നാൽ ദൈവം തിരഞ്ഞെടുത്തു. ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങളാവുകയില്ല ദൈവത്തിന്റെ താല്പര്യങ്ങൾ. When they chose Korah, did they make a right choice? ജനമൊക്കെയും കൂടി വന്ന് കോരഹിനെ തിരഞ്ഞെടുത്തപ്പോൾ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ശരിയായ ഒരു തിരഞ്ഞെടുപ്പാണോ നടത്തിയത്? Would Korah have led them to the promised land? കോരഹിന് അവരുടെ ചിന്തകൾക്കനുസൃതമായി അവരെ ദൈവം നയിക്കുവാൻ താല്പര്യപ്പെട്ട ആ സ്വർഗീയ ആ ഭൗമിക കനാനിലേക്ക് നയിക്കുവാൻ സാധിക്കുമായിരുന്നോ? He would not, right? അതിനവർക്ക് സാധിക്കുമായിരുന്നില്ല. So our choice will not lead us to the promised land. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ഒരിക്കലും നമ്മെ കനാനിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം പര്യാപ്തമായവയല്ല. We must accept God's choice to guide us. ദൈവം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തവയെ അംഗീകരിക്കുകയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരിയായ തെരഞ്ഞെടുപ്പ്. So if God used the prophet and brought them out of Egypt, ദൈവം അപ്രകാരം മിസ്രൈമിൽ നിന്നും തന്റെ ജനത്തെ വീണ്ടെടുത്ത് പരിപാലിച്ച് കനാനിൽ കൊണ്ടുപോകുവാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചുവെങ്കിൽ, and not only did he bring them out of Egypt, but by a prophet the Lord preserved Israel. അവിടെ ആ മനുഷ്യൻ ആ പ്രവാചകൻ തന്റെ ജനത്തെ വിടുവിക്കുക മാത്രമല്ല ഒരു പ്രവാചകനാൽ അവരെ പരിപാലിക്കുവാനും ദൈവം ഇടയായി തീർന്നു എന്ന് വചനം പറയുന്നു. If we make that parallel with us, നമ്മോട് ആ ഒരു കഥയെ ആ ഒരു അനുഭവത്തെ താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം പരിശ്രമിച്ചാൽ, I ask you, who was the prophet that God raised to preserve his people of today? ഇന്ന് നാം ആകുന്ന ദൈവത്തിന്റെ ജനത്തെ അപ്രകാരമുള്ള സ്വർഗീയ യാത്രയുടെ ആ പ്രയാണത്തിൽ പരിപാലിക്കുവാനായി നമുക്ക് സഹായമായി ദൈവം അയച്ച ആ പ്രവാചകൻ ആരാണ്? Who was he? ആരാണ് ആ പ്രവാചകൻ? Did we vote? We want Ellen White as our prophet? നമുക്ക് അപ്രകാരം ഒരു വ്യക്തിയുടെ പേര് തിരഞ്ഞെടുത്ത് ഈ വ്യക്തി മതി ഞങ്ങളെ പരിപാലിക്കുവാൻ എന്ന് എലൻ വൈറ്റിന്റെ പേര് പറഞ്ഞ് ദൈവത്തോട് ദൈവമേ അത് മതി എന്ന് പറയുവാൻ കഴിയുമോ? No. Would we have chosen her as a prophet? നാം ആരെങ്കിലും ആ വ്യക്തിയെ നമുക്ക് പ്രവാചകനായി ഈ വ്യക്തി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതാണോ? But who chooses the prophet? ആരാണ് ആ പ്രവാചകനെ നമുക്കായി തിരഞ്ഞെടുത്തത്? God. ദൈവമാണ് തിരഞ്ഞെടുത്തത്. What is our duty? എന്താണ് ആ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ടി ദൈവം നടത്തിയെങ്കിൽ നാം ആകുന്ന ജനത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? Is our duty to reject what God sends? ദൈവം അയച്ച ദൈവം നമുക്കായി തിരഞ്ഞെടുത്ത ആ പ്രവാചകനെ നാം ആകുന്ന ദൈവജനം ആ പ്രവാചകനെ തള്ളിക്കളയുകയാണോ നമ്മുടെ ഉത്തരവാദിത്വം? Or to accept? അതോ ആ പ്രവാചകനെ സ്വീകരിക്കുകയാണോ? So our duty is to accept. നമ്മുടെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ആ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. And we can argue all we want against the prophet. നമുക്ക് പലവിധമായ കാര്യങ്ങളും എതിരായി പ്രവാചകനെതിരായി പറയുവാൻ സംസാരിക്കുവാൻ കഴിഞ്ഞേക്കും. We can stamp our feet and cry and make a big scene in complaining
of what God says through the prophet. പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കേട്ട് അലോസരപ്പെട്ട് ദേഷ്യപ്പെടുവാനോ ചവിട്ടി തേക്കുവാനോ ഒക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. But that doesn't change what God says through the prophet. എന്നാൽ നാം എത്രയൊക്കെ അലോസരപ്പെട്ടവരായി മാറിയാലും ദൈവം നമ്മോട് ആ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. And if we choose to do that, നാം അപ്രകാരം അലോസരപ്പെടുവാനും ആ വചനങ്ങളെ തിരസ്കരിക്കുവാനും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ it will be no different than what the people did to John the Baptist. യോഹന്നാൻ സ്നാപകനോട് എന്താണോ ആ കാലത്ത് ജനങ്ങൾ കാട്ടിയത് അത് തന്നെയായിരിക്കും നാമും ഈ കാലത്ത് ദൈവം അയച്ച പ്രവാചകനോട് ചെയ്യുന്നത്. To Isaiah, Jeremiah, and all the prophets that the people rejected. യെശയ്യാവ്, യിരെമ്യാവ് ഇവരൊക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ തിരസ്കരിച്ച പ്രവാചകന്മാരായിരുന്നു. Now we need to beware അതുകൊണ്ട് ഇത് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. that we don't reject God by hardening our hearts against the prophet. നാം നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തരുത്. ദൈവം അയച്ച പ്രവാചകനെ തിരസ്കരിക്കുന്നതിലൂടെ ദൈവത്തിനെതിരായി നമ്മുടെ ഹൃദയത്തെ നാം ഒരിക്കലും കഠിനപ്പെടുത്തരുത്. When the people rebelled against Moses, was it good or bad for them? മോശയ്ക്കെതിരായി ദൈവത്തിന്റെ ജനം പിറുപിറുക്കുകയും മോശയ്ക്കെതിരായി നിൽക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ അത് അവർക്ക് നന്മയായി ഭവിച്ചോ അതോ തിന്മയായി ഭവിച്ചോ? Was it positive for their religious experience or negative? ആ ഒരു തീരുമാനം അവരുടെ ആത്മീയ ജീവിതത്തിൽ നന്മയായി ഭവിച്ചുവോ അതോ തിന്മയായി ഭവിച്ചുവോ? Negative, right? അത് തിന്മയായി അവർക്ക് ഭവിച്ചു. So what evidence do we have that rejecting a true prophet is good for us? ഒരു യഥാർത്ഥ പ്രവാചകനെ തിരസ്കരിക്കുന്നത് നമുക്ക് നന്മയാണ് എന്ന് പറയുവാൻ സാധിക്കുന്ന എന്തെങ്കിലും തെളിവ് നമുക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ? So by a prophet, what is a prophet? ആരാണ് ഒരു പ്രവാചകൻ? Messenger of God. Very good, very good. Some people think it's somebody that makes prophecies about the future. ആരാണ് ഒരു പ്രവാചകൻ? ചിലർ വിചാരിക്കും ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നവരാണ് പ്രവാചകന്മാരെന്ന്. Some other people think somebody that makes apocalyptic prophecies of the end. ചിലർ വിചാരിക്കും അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പറയുന്നവരായിരിക്കും പ്രവാചകന്മാരെന്ന്. But where are John the Baptist's apocalyptic prophecies? അത് ശരിയാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എന്ന ആ പ്രവാചകൻ എവിടെയാണ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്? So we will see what the Bible says about prophets. വേദപുസ്തകം ഒരു പ്രവാചകനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. When God called Moses, മോശയെ ദൈവം വിളിച്ചപ്പോൾ he says that he told him to go and speak to Pharaoh. മോശയോട് ഫറവോനോട് സംസാരിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. And then Moses says, "Oh no, Lord, I can't speak. Send somebody else." മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് അതിന് സാധിക്കില്ല, എനിക്ക് പകരം മറ്റൊരാളെ അയക്കണമേ. But God finally said, "I will send Aaron before you." എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി അഹരോനെ അയക്കും എന്ന്. He shall be your spokesman. നിനക്ക് പകരം അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. And that's in Exodus 4 until verse 16. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 16 വരെ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. 10 through 16. But I just want to highlight that part. Aaron shall be your spokesman. ഇവിടെ അവൻ പറയുകയാണ്, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. Then in Exodus 7 verse 1, 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം God says that Aaron thy brother shall be thy prophet. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, ഞാൻ നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. So if we put the two texts together, Aaron shall be thy spokesman and Aaron shall be thy prophet, we understand what the prophet is. ഇവിടെ അഹരോനെ കുറിച്ച് ദൈവം മോശയോട് പറഞ്ഞത്, അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും, അഹരോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഈ രണ്ട് വാക്യങ്ങളിലൂടെ പ്രവാചകന്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. So a prophet is a spokesperson for God. ഒരു പ്രവാചകൻ എന്നത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. So in the past, the kings could not be at all places at the same time.
പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ ചെന്നെത്തുവാൻ സാധിക്കില്ല. But they would send their ambassadors, and the ambassadors would speak words that had the authority of the king. ആ അംബാസിഡർമാർ, ആ സ്ഥാനാപതികൾ എല്ലായിടത്തും സഞ്ചരിച്ച് രാജാവിന് പകരം സംസാരിക്കും. അവർ രാജാവിന്റെ അധികാരത്തോടെ രാജാവിന് പകരക്കാരനായി സംസാരിക്കുകയാണ്. When the Romans in the past, the Senate, sent somebody representing the Senate, it carried the authority of the Senate. അവിടെ സെനറ്റിന്റെ അധികാരവുമായി റോമക്കാർ സഞ്ചരിക്കുമ്പോൾ ആ സെനറ്റിന്റെ സകല അധികാരത്തോടുമാണ് സഞ്ചരിക്കുന്ന അപ്രകാരമുള്ള വ്യക്തികൾ ജനത്തോട് സംസാരിക്കുന്നത്. And to reject what the ambassador, the Roman ambassador, would say would be to declare war against Rome. അങ്ങനെ കടന്നു പോകുന്ന റോമൻ സ്ഥാനാപതിമാർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു രാജ്യം അംഗീകരിക്കാതെ ഇരുന്നാൽ ആ രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം വരെ ഉണ്ടാകാറുണ്ട്. People would look at the ambassador and say, it's just a man. അവരെ നോക്കിക്കൊണ്ട് പലരും പറയും അവർ വെറും ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന്. But he carried the authority of the Roman Senate. എന്നാൽ അവർ ഒരു മനുഷ്യരാണെങ്കിൽ പോലും അവർ റോമൻ സെനറ്റിന്റെ അധികാരം കൈയാളുന്നവരായിരുന്നു. So if we bring that to the prophets, അതേ ആശയത്തെ ഒരു പ്രവാചകനോട് ഉപമിക്കുവാൻ നാം ഇടയായാൽ, we might look at a prophet and say, it's just a man, it's just a woman. ആ പ്രവാചകനെ നോക്കിക്കൊണ്ട് ഇത് വെറും ഒരു പുരുഷൻ മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീ മാത്രമാണെന്ന് നമുക്ക് പറയുവാൻ തോന്നിയേക്കാം. But the prophet carries the authority of the Lord. എന്നാൽ അവർ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ അധികാരം ആണ് അവർ കൊണ്ടുപോകുന്നത്. The Lord said to Jeremiah, യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത്, Jeremiah 1:5-9, but I will highlight only a few words. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ പറയാം ആ വാക്യങ്ങളിൽ നിന്നും. God says to him, before thou camest forth out of the womb, I sanctified thee and ordained thee a prophet unto the nations. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. And at the end it says, and the Lord said unto me, behold, I have put my words in thy mouth. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. So God ordained Jeremiah a prophet and put his words in Jeremiah's mouth. യിരെമ്യാവിനെ ദൈവം ഒരു പ്രവാചകനായി നിയമിക്കുകയും അപ്രകാരം നിയമിച്ചുകൊണ്ട് തന്റെ വചനങ്ങളെ യിരെമ്യാവിന്റെ വായിൽ കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. So when Jeremiah spoke, was it his words or God's words? അപ്പോൾ യിരെമ്യാവ് സംസാരിക്കുവാൻ വായ തുറക്കുമ്പോൾ അവൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളാണോ ദൈവത്തിന്റെ വചനങ്ങളാണോ അതെ തന്റെ തന്നെ വചനങ്ങളാണോ? God's words. അവൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങളാണ്. And that's how it is with all the prophets. അത് തന്നെയാണ് അപ്രകാരം വിളിക്കപ്പെട്ട ഓരോ പ്രവാചകന്മാരുടെ കാര്യവും. We may think it is just that person's words or opinion. നാം ഒരുപക്ഷെ അതൊരു വ്യക്തിയുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്ത എന്ന് തള്ളിക്കളഞ്ഞേക്കാം, ചിന്തിച്ചേക്കാം. But we don't understand that it is God who is speaking through the person. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് ആ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത് ദൈവമത്രേ എന്നുള്ള വസ്തുതയാണ്. So do you remember when Balaam came to curse Israel? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് ബാലാക്ക് വന്ന സമയം? He said, I can only speak that which the Lord puts in my mouth. അപ്പോൾ ബിലെയാം പറയുകയുണ്ടായി, എന്താണോ ദൈവം എൻ്റെ വായിൽ തരുന്നത് അതല്ലാതെ മറ്റൊരു വാക്കും എനിക്ക് പറയുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Even if he wanted to say something bad to Israel, he couldn't. അവന് ഇസ്രായേൽ ജനത്തിനെതിരായി പറയണമെന്ന് ചിന്തയിൽ തോന്നിയാൽ പോലും അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനായതുകൊണ്ട് അവർക്കെതിരായി ദൈവഹിതത്തിന് വിരുദ്ധമായി ഒരു വാക്കുപോലും പറയുവാൻ സാധിച്ചില്ല. Because the prophet can only speak God's words. കാരണം പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ വാക്കുകൾ മാത്രമേ പറയുവാൻ സാധിക്കൂ. So when we need answers, when we want answers, നമുക്ക് ഉത്തരങ്ങൾ വേണമെന്നുള്ളപ്പോൾ, do you agree that it would be great to see the response, the answer in the sky? നമുക്ക് നമ്മുടെ ഉത്തരങ്ങളൊക്കെയും ദൈവം ആകാശത്തിൽ എഴുതി കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? But is that how God answers us? അങ്ങനെയാണോ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്? How does God convey the truth to us? ദൈവം എപ്രകാരമാണ് തന്റെ സത്യങ്ങളെ തന്റെ ജനത്തോട് നമ്മോട് അറിയിക്കുന്നത്? The main method
There are ദൈവം other- ആ സത്യങ്ങളെ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി It's through the prophets. അത് പ്രവാചകന്മാർ മുഖാന്തിരമാണ്. Look what Amos 3 verse 7 says. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? Surely the Lord God will do nothing, but he revealeth his secret unto his servants the prophets. തന്റെ പ്രവാചകന്മാരായ ദാസന്മാരെ അറിയിക്കാതെ യഹോവയായ കർത്താവ് ഒരു കാര്യവും ചെയ്യുകയില്ല. How about in the Revelation, in the book of Revelation? വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഒരു കാര്യം എപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? The Bible says the revelation of Jesus Christ, which God gave unto him to show unto his servants things which must shortly come to pass. And he sent and signified it by his angel unto his servant John. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തിരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. So if we look at the sequence, നാം ആ ഒരു സീക്വൻസ്, അതിന്റെ ആ ഒരു യാത്ര പരിശോധിച്ചാൽ, I ask you, how did the book of Revelation came to you? How is it in your hands? എപ്രകാരമാണ് വെളിപ്പാട് പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തപ്പെട്ടത്? Did God speak to me the book of Revelation? എന്നോട് ദൈവം വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ വരികളും പറഞ്ഞിട്ടാണോ അത് എനിക്ക് കിട്ടിയത്? Did it fall from heaven? ഈ പുസ്തകം മുകളിൽ നിന്ന് താഴേക്ക് എനിക്ക് വേണ്ടി ദൈവം എറിഞ്ഞു തരികയായിരുന്നോ? No. The sequence was എപ്രകാരമാണ് ദൈവം ഈ സന്ദേശങ്ങളെ എനിക്ക് നൽകിയത്? the revelation that God the Father gave to Jesus. ആ വെളിപ്പാട് പിതാവായ ദൈവം യേശുക്രിസ്തുവിന് കൈമാറുകയും Jesus then gives the revelation to the angel. യേശുക്രിസ്തു ആ വെളിപ്പാടുകളെ തന്റെ ദൂതന്മാർക്ക് കൊടുക്കുകയും The angel gives to John. ദൂതന്മാർ അത് യോഹന്നാന് പ്രദർശിപ്പിക്കുകയും. And who was John? ആരായിരുന്നു യോഹന്നാൻ? A prophet. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. So how do I have the book of Revelation in my hand? അപ്പോൾ എപ്രകാരമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്റെ കയ്യിലേക്ക് കടന്നു വന്നത്? Through a prophet. ഒരു പ്രവാചകനിലൂടെ ആ പുസ്തകം എനിക്ക് ലഭിക്കുവാനിടയായി. But if I said in the time of John, എന്നാൽ ഞാൻ യോഹന്നാന്റെ കാലത്ത് ഇപ്രകാരം പറയുകയാണെന്ന് വിചാരിക്കുക, I don't need a new prophet. I already have the scriptures, the Torah. എനിക്ക് ഇപ്പോൾ തന്നെ വേദപുസ്തകം കയ്യിലുണ്ട്, തോറ എന്റെ കയ്യിലുണ്ട്, എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രവാചകന്റെ ആവശ്യമേ ഇല്ല. And that's enough for me. The Torah and the Torah only. ടോറ മാത്രം മതി, അത് മാത്രം മതിയാകും എന്ന് ഞാൻ പറഞ്ഞാൽ, would I have received the message that God has for me? ദൈവം എനിക്ക് വേണ്ടി അയച്ച ആ പ്രവാചകനെ, ആ സന്ദേശത്തെ ഞാൻ ഏറ്റെടുക്കുകയാണോ ആ ഒരു പ്രവൃത്തിയിലൂടെ ഞാൻ ചെയ്യുന്നത്? I would not. ഞാൻ അതല്ല ചെയ്യുന്നത്. I would miss out on the whole New Testament. അപ്രകാരം ഒരു തീരുമാനം ഞാൻ എടുക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ആ പുതിയ നിയമ പുസ്തകം മുഴുവനും എനിക്ക് ലഭിക്കാതെ പോകും. Yesterday we studied about the understanding and the misunderstanding that sometimes occurs between of what the people say, the Bible and the Bible only. നാം ഇന്നലെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായ ചില വ്യക്തികൾ വേദപുസ്തകം മാത്രം മതി എന്ന ആശയത്തെ എപ്രകാരമാണ് തെറ്റായി ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. The correct understanding of the Bible and the Bible only is that we only have authority from the Bible and not from tradition. അത് ശരിയായ മനസ്സിലാക്കൽ ഏതാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രവാചകന്മാർ എന്താണോ പറയുന്നത്, അവരെന്താണോ നമ്മോട് അരുളപ്പാടായി അറിയിച്ചത്, അത് ദൈവത്തിന്റെ വചനങ്ങളാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. But the misapplication of that text എന്നാൽ തെറ്റായ ഒരു കീഴ്വഴക്കം എന്നത് is that we have the Bible only and we don't need any new prophet that God may choose to send. നമ്മുടെ കയ്യിൽ വേദപുസ്തകം ഇപ്രകാരം കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രവാചകനും എനിക്ക് വേണ്ട എന്ന തെറ്റായ ഒരു കാഴ്ചപ്പാട്. That would be a very bad mistake. എന്നാൽ ആ ഒരു തീരുമാനം ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ തെറ്റായ ഒരു കീഴ്വഴക്കമായി തീരുമാനമായിട്ട് മാറും. Let's see who appointed the prophets. ആരാണ് പ്രവാചകന്മാരെ ഈ ഭൂമിയിൽ അവരോധിച്ചത്? നമുക്ക് നോക്കാം. Ephesians 4 verse 11. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, എഫീസ് ലേഖനം. And on. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. So he gave some apostles and prophets and evangelists and pastors and teachers for
the perfecting of the saints. അതെന്തിനായിരുന്നു ദൈവം നിയമിച്ചത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. So for the perfection of the saints, for the work of the ministry, for the edifying of the body of Christ, until, which means if this doesn't happen, they keep going. നാം അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുവാൻ മനസ്സ് വെക്കാതെ പോയാൽ നാം ഈ ഭൂമിയിൽ ഇപ്രകാരം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. It says, until we all come in the unity of the faith. ഇവിടെ വചനം പറയുന്നത് അപ്രകാരമുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. Are we already there? നാം ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിച്ചേർന്നു എന്നാണോ? Are we in the unity of the faith? ആ ഒരു അവസ്ഥയിൽ, ആ ഒരു ഐക്യത്തിൽ നാം എത്തിച്ചേർന്നിട്ടുണ്ടോ? We're not yet. നാം ആ ഒരു ഐക്യത്തിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. There are so many discordant voices. ഇന്ന് ധാരാളം അപസ്വരങ്ങൾ നമുക്ക് നമ്മുടെ മധ്യത്തിൽ കേൾക്കുവാൻ കഴിയും. So he says that he gave prophets until we are in unity. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്രകാരമുള്ള സമ്പൂർണതയുടെ പ്രായം തികയുന്നതുവരെ, അത് പ്രാപിക്കുന്നതുവരെ നമുക്ക് പ്രവാചകന്മാരുടെ ആവശ്യം ഈ ഭൂമിയിലുണ്ട് എന്നത്രേ. And since we're not in unity yet, നാം ഇന്ന് ആ ഒരു ഐക്യത പൂർത്തിയാക്കിയിട്ടില്ല, അത് പ്രാപിച്ചിട്ടില്ല. the role of the prophets is still valid. പ്രവാചകന്മാരുടെ ദൗത്യം ഇന്നും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. And then it ends by saying that we henceforth be no more children tossed to and fro. ആകയാൽ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. God doesn't want us to be children. ദൈവം നമ്മെ വെറും കുഞ്ഞുങ്ങളായി നിലനിൽക്കുവാനല്ല വിളിച്ചിരിക്കുന്നത്. Children in the sense of not knowing the right doctrine. കുഞ്ഞുങ്ങൾ, ശിശുക്കൾ എന്നത് നാം അറിവില്ലാത്ത ശിശുക്കളെ പോലെ അലഞ്ഞുഴലുന്നവരായിരിക്കരുത് എന്ന അർത്ഥത്തിൽ. Carried about with every wind of doctrine. അപ്രകാരം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. So a wind comes this way and you say, oh, interesting, and you go with that wind, and then another wind comes the other way, you say, oh, that's interesting too, and you're carried about by the wind. ഒരു ഭാഗത്തേക്ക് കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് സഞ്ചരിക്കും, വീണ്ടും അവിടെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇത് ഈ ഭാഗത്തേക്ക് വീണ്ടും സഞ്ചരിക്കും. അങ്ങനെ അപ്രകാരം വരുന്ന കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളാകരുത് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. This happens with those who reject the spirit of prophecy. അത് സംഭവിക്കുന്നത് പ്രവാചകന്മാരെ നിരസിക്കുന്നവർക്കാണ് എന്ന് നമ്മെ മനസ്സിലാക്കുന്നു. The spirit of prophecy is there to protect us. ആ പ്രവചനാത്മ എഴുത്തുകൾ നമ്മെ അപ്രകാരം അലഞ്ഞുടലുന്ന ശിശുക്കളായി ആകാതിരിപ്പാൻ സഹായിക്കുകയാണ്. To preserve us. നമ്മെ പരിപാലിക്കുവാനായി ദൈവം നമുക്ക് നൽകിയ സഹായമാണ് പ്രവാചകന്മാർ. By a prophet Israel was preserved. ഒരു പ്രവാചകനാൽ ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിച്ചു. Now, did the prophetic role end with John the Revelator? യോഹന്നാൻ സ്നാപകൻ അല്ലെങ്കിൽ വെളിപ്പാടുകാരനായ യോഹന്നാനോടൊപ്പം ആ ഒരു പ്രവചനത്തിന്റെ ആത്മാവിന് അന്ത്യം സംഭവിച്ചു എന്നാണോ? Was he the last prophet? യോഹന്നാൻ വെളിപ്പാടുകാരനായ യോഹന്നാനാണോ ദൈവം അയച്ച ഏറ്റവും അവസാനത്തെ പ്രവാചകൻ? How many think he was the last prophet? ആരൊക്കെ ആ പ്രവാചകനാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, ഇനി വേറെ ആരും ഐക്യപ്പെടില്ല എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? And there are no more prophets after John. യോഹന്നാന് ശേഷം ഒരു പ്രവാചകനുമില്ല, അങ്ങനെ ചിന്തിക്കുന്നവർ ആരുണ്ട്? Anybody? No? ആരെങ്കിലും? Okay, you're right. You're correct. ശരിയാണ്, നിങ്ങളുടെ ആശയം ചിന്ത ശരിയാണ്. There were several prophets after John. യോഹന്നാന് ശേഷം ധാരാളം പ്രവാചകന്മാർ പിന്നീടും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. I mentioned to you the prophecies of John Huss. ഞാൻ നേരത്തെ നിങ്ങളോട് ജോൺ ഹസ്സിന്റെ ചില പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I mentioned one of them. ആ ഒരു പ്രവചനത്തിൽ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. And Dubinier talks about the prophecies of John Huss. ജോൺ ഹസ്സിനെ കുറിച്ചുള്ള ആ ഒരു ചില കാര്യാദികൾ ലഫ്ബറോ പറഞ്ഞിട്ടുണ്ട്.
George Wishart also tells of John Wesley and mentions the prophecy. I'm sorry. Let me read it again. Charles Buck tells of the prophecies of George Wishart. ജോർജ് വിഷ്ബർ എന്ന ആ ഒരു പ്രവാചകന്റെ പ്രവചനങ്ങളെ കുറിച്ച് ജോൺ വെസ്ലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. John Wesley mentions the prophecies of Jonathan Pyra. ജോണത്തൻ പൈറ എന്ന ഒരു പ്രവാചകന്റെ ചില കാര്യാദികൾ, അദ്ദേഹത്തിന്റെ ചില പ്രവചനങ്ങൾ ജോൺ വെസ്ലി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There were many visions and dreams that happened even in the Adventist movement. അഡ്വന്റിസ്റ്റ് ആ പുനരാഗമന സന്ദേശ ദൂതുകൾ ലോകത്തിൽ സംഭവിക്കുന്ന സമയത്ത് ധാരാളം പ്രവാചകന്മാർ ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെടുകയും അവരിലൂടെ ദൈവിക സന്ദേശങ്ങൾ അനേകർക്ക് കൊടുക്കപ്പെടുകയും ചെയ്തിരുന്നു. Not just with Ellen White. അത് എലൻ വൈറ്റിന് മാത്രമല്ല ആയിരുന്നത്. John Loughborough, the author of this book, ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ജെയിൻ ലഫ്ബറോ had several dreams which had a fulfillment, a future fulfillment. ദൈവം അദ്ദേഹത്തിന് ധാരാളം പ്രവചനങ്ങൾ, ധാരാളം സ്വപ്നങ്ങൾ കൊടുത്തു. അതൊക്കെ പിന്നീട് നിറവേറുകയും ചെയ്തു. James White had a dream that he saw his child very sick. ജെയിംസ് വൈറ്റ് തന്റെ മകൻ വളരെ സുഖമില്ലാതെ രോഗിയായി കിടക്കുന്ന കാഴ്ച ഒരു പ്രവചനം മുഖാന്തിരം ദൈവം കൊടുക്കുവാനിടയായി. And he saw that the banks in Battle Creek would all fail. അദ്ദേഹം കണ്ടത് ബാറ്റിൽ ക്രീക്കിലെ ഓരോ ബാങ്കുകളും തകർന്നിടിയുന്നത് അദ്ദേഹം ഒരു പ്രവചനത്തിലൂടെ കണ്ടു. So he sent a letter to home where his wife was. അവൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഉള്ള വീട്ടിലേക്ക് അദ്ദേഹം ഒരു എഴുതുവാൻ അതേക്കുറിച്ച് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. When she saw the letter, she looked at the child and said, I don't think he would call this child very sick. ആ എഴുത്ത് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ആ എഴുത്ത് വായിച്ചിട്ട് എന്റെ കുഞ്ഞിന് രോഗം എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുഞ്ഞ് നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത്. But the next day the child had the head swollen with erysipelas. എന്നാൽ ആ കാഴ്ചകളെ തൊട്ടടുത്ത ദിവസം നോക്കിയപ്പോൾ ആ കുഞ്ഞിന് വലിയ പ്രയാസങ്ങൾ തലയിലും മറ്റു ഭാഗത്തുമൊക്കെ കാണുവാൻ, രോഗിയായി തീരുന്നത് കാഴ്ച കാണുവാൻ ആ ഭാര്യയ്ക്കിടയായി. And she sent a telegram to where James White was. അവിടെ ജെയിംസ് വൈറ്റിന് വേഗത്തിൽ ആ കാഴ്ച കണ്ട് ഒരു ടെലഗ്രാം അവൾ അയക്കുവാനിടയായി. He came to a certain place and he said, is there a telegram for me? അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് എനിക്ക് ഒരു ടെലഗ്രാം അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ പോലും ഇടയായി തീർന്നു. The person said no. ആ വ്യക്തി പറഞ്ഞു, ഇല്ല, താങ്കൾക്ക് ഒരു ടെലഗ്രാം വന്നിട്ടില്ല. And he said, I'm expecting a telegram from home saying that my child is sick. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഒരു ടെലഗ്രാം പ്രതീക്ഷിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ടെലഗ്രാം പ്രതീക്ഷിക്കുകയാണെന്ന് ജെയിംസ് വൈറ്റ് പറഞ്ഞു. Soon somebody enters that place with the telegram. വേഗത്തിൽ ഒരു മനുഷ്യൻ ഒരു ടെലഗ്രാം മെസ്സേജുമായിട്ട് ആ റൂമിനകത്ത് കടന്നു വന്നു. And the telegram says, come home immediately, child very sick. ആ ടെലഗ്രാമിലെ മെസ്സേജ് ഇപ്രകാരമായിരുന്നു, വേഗത്തിൽ താങ്കൾ വീട്ടിലേക്ക് വരിക, അങ്ങയുടെ കുഞ്ഞ് വല്ലാത്ത അസുഖത്തിലാണ് എന്ന്. He went to Battle Creek. അദ്ദേഹം വേഗത്തിൽ ബാറ്റിൽ ക്രീക്കിലേക്ക് പോയി. When he arrived there, അദ്ദേഹം അവിടെ എത്തിച്ചേർന്നപ്പോൾ soon after his child died. അദ്ദേഹത്തിന്റെ വരവോടുകൂടെ ആ കുഞ്ഞ് മരണപ്പെട്ടു. But because he had seen in the dream that the banks would also go bankrupt. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തിൽ ചില ബാങ്കുകൾ പൂർണ്ണമായും താറുമാറാകുമെന്ന് കണ്ടതും അദ്ദേഹം ഓർത്തു. He withdrew all the money that the church had on those banks and bought construction materials for the review. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് സഭയ്ക്ക് ഓരോ ബാങ്കുകളിലും ഉണ്ടായിരുന്ന ആ പണമൊക്കെയും അദ്ദേഹം പോയി തിരിച്ചെടുത്തുകൊണ്ട് സഭയ്ക്ക് ആവശ്യമായ ചില കെട്ടിടങ്ങൾ വേഗത്തിൽ വാങ്ങുവാൻ അദ്ദേഹം തുനിഞ്ഞു ഇടയായി തീർന്നു. Very soon all the major banks of Battle Creek went bankrupt. അതിനുശേഷം വളരെ വേഗത്തിൽ ബാറ്റിൽ ക്രീക്കിലെ ഓരോ പ്രധാനപ്പെട്ട ബാങ്കുകളും താറുമാറായി. So God may give dreams true dreams coming from God to his people. ദൈവം തന്റെ ജനത്തിന് പലപ്പോഴായി സംഭവിക്കുന്ന ശരിയായ സത്യങ്ങൾ അടങ്ങിയ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. But although James White had a lot of authority, he did not have the authority of God as a prophet. എന്നാൽ പലപ്പോഴും അപ്രകാരമുള്ള സ്വപ്നങ്ങളോ ചിന്തകളോ അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിലും ഒരു പ്രവാചകൻ എന്ന നിലയ്ക്കുള്ള ദൈവത്തിന്റെ അധികാരം ജെയിംസ് വൈറ്റിന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. Who speaks through the prophets? ആരാണ് പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നത്? God. ദൈവമാണ് സംസാരിക്കുന്നത്. So remember when Joseph, the husband of Mary, took Jesus to Egypt? യോസെഫ്
മറിയയുടെ ഭർത്താവായ യോസെഫ് യേശുക്രിസ്തുവിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് the Bible says that he stayed there until the death of Herod. ഹെരോദാവിന്റെ മരണം വരെ യോസെഫ് തന്റെ കുഞ്ഞുമായി മകനുമായി അവിടെ തങ്ങി എന്നാണ് ബൈബിൾ പറയുന്നത്. That it might be fulfilled which was spoken of the Lord by the prophet. പ്രവാചകനാൽ ദൈവം അരുളി ചെയ്ത വചനം നിവൃത്തിയാകുവോളം ഈജിപ്തിൽ യോസെഫും കുടുംബവും കുഞ്ഞുമായി തങ്ങി എന്നാണ് ബൈബിൾ പറയുന്നത്. All that the people could hear was the prophet speaking. ജനത്തിന് കേൾക്കുവാൻ സാധിക്കുന്നത് പ്രവാചകന്മാരുടെ ശബ്ദം മാത്രമായിരിക്കാം. They heard no thundering voice from above. അവർ ഒരു പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇടിയോ തീയോ ഒന്നും കേട്ട് കാണുകയില്ല. But the Bible says who was the one speaking? എന്നാൽ വേദപുസ്തകം ആ പ്രവാചകനിലൂടെ ആരാണ് സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It was the Lord. അത് ദൈവം തന്നെയായിരുന്നു. What would happen if they said that's not true? എന്നാൽ അത് കേട്ട മനുഷ്യരൊക്കെയും അത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? If they rejected the prophet that was speaking this, അവരോട് സംസാരിക്കുന്ന ആ പ്രവാചകനെ അവർ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? who would they be rejecting? ആരെയായിരിക്കും അപ്രകാരം തിരസ്കരിക്കുന്നത്? അവർ തിരസ്കരിക്കുന്നത് ദൈവത്തെ തന്നെയാകുമായിരുന്നു. So who are we rejecting when we reject what Ellen White wrote? എലൻ വൈറ്റ് എഴുതിയ ആ സത്യങ്ങളെ ആ ചിന്തകളെ നാം തിരസ്കരിക്കുമ്പോൾ സത്യത്തിൽ നാം തിരസ്കരിക്കുന്നത് ആരെയാണ്? We may comfort ourselves saying, oh, I'm just rejecting her opinion. നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, പറഞ്ഞേക്കാം, അവരുടെ ആശയങ്ങളെ അവരുടെ ചിന്തകളെയാണ് ഞാൻ തിരസ്കരിക്കുന്നത് എന്ന്. And so did they speak about the old prophets. അത് തന്നെയാണ് പഴയ നിയമകാലത്തിൽ ജനങ്ങൾ പ്രവാചകന്മാരെ തിരസ്കരിച്ചുകൊണ്ട് പറയുവാൻ ഉപയോഗിച്ച അതേ രീതി. It is just your opinion, Jeremiah. ഇരമ്യാവിനോട്, ഇരമ്യാവേ, ഇത് നിന്റെ ചിന്തകൾ മാത്രമാണ്, ആശയങ്ങൾ മാത്രമാണ്, നിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് ഇരമ്യാവിനെ അവർ തിരസ്കരിച്ചു. God is not speaking through you. ദൈവം നിന്നിലൂടെ സംസാരിക്കുകയല്ല. This is coming from you yourself. നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. Or to Isaiah, hey Isaiah, why are you saying this? യെശയ്യാവിനോടും അത് തന്നെയാണ് ആ കാലത്ത് ജനങ്ങൾ പറഞ്ഞത്. Stop giving your opinion. നിന്റെ ആശയങ്ങൾ, നിന്റെ ചിന്തകൾ പറയുന്നത് നീ നിർത്തുക എന്ന് ജനങ്ങൾ ആക്രോശിച്ചു പറഞ്ഞു. Or to Elijah, ഏലിയാവിനോടും അത് തന്നെ സംസാരിച്ചു. imagine if Ahab, when Elijah says this will happen according to my word, if Ahab said that's your opinion, nothing will happen. ആഹാബിനോട് ഏലിയാവ് യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഏലിയാവ് പറഞ്ഞ ഓരോ വാക്കുകളെയും ആഹാബ് കേട്ട് തിരസ്കരിച്ചത്, ഓ ഇത് യഹോവയുടേതല്ല, ഈ വാക്കുകൾ നിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. In fact, I think Ahab thought it was Elijah's opinion. വാസ്തവത്തിൽ ആഹാബിന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രാപ്തിയില്ലാഞ്ഞിട്ട് ഏലിയാവിന്റെ വാക്കുകൾ അവന്റെ തന്നെ വാക്കുകളാണ് എന്ന് അവൻ തെറ്റിദ്ധരിക്കുവാനിടയായി തീർന്നു. He said, of course it will rain. It won't stop raining for 3.5 years. This is just this man's opinion. ഇത് മഴ ഉറപ്പായും പെയ്യും, എന്നാൽ 3.5 വർഷത്തേക്ക് പെയ്യാതിരിക്കുകയില്ല എന്നത് അത് ദൈവത്തിന്റെ അരുളപ്പാടല്ല, അത് ഉറപ്പായും നിന്റേതാണ് എന്ന് ആഹാബ് പറഞ്ഞവനെ കളിയാക്കി. But because it was a true prophet saying, the heavens were shut for 3.5 years. എന്നാൽ അത് ഒരു സത്യപ്രവാചകന്റെ വാക്കുകളാകയാൽ ആ പ്രവാചകന്റെ വാക്കുകൾ കൊത്തവണ്ണം സ്വർഗത്തിലെ വാതിലുകൾ അടയപ്പെടുകയും 3.5 വർഷം മഴ പെയ്യാതെ ഇരിക്കുകയും ചെയ്തു. So when the prophet speaks, we are to hear God's voice speaking to us. അപ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാർ നമ്മോട് സംസാരിക്കുമ്പോൾ നാം കേൾക്കുന്നത് ആ പ്രവാചകന്റെ വാക്കുകളല്ല, മറിച്ച് ദൈവത്തിന്റെ തന്നെ വാക്കുകളാണ്. So when the prophets were studying about the salvation that God had promised, ദൈവം നമുക്ക് നൽകിയ ആ സാൽവേഷൻ, ആ രക്ഷയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ, they were searching what manner of time the Spirit of Christ which was in them did signify. ഫസ്റ്റ് പീറ്റർ 1 പത്രോസ് 1:10 മുതൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, പ്രവാചകന്മാർ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. So they were studying what the Spirit had said through them. Imagine if you were a prophet, you speak something, you write, and then you go study and say, what did I write?
What is God saying? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം പ്രവാചകന്മാരിലൂടെ ചിലത് സംസാരിക്കുന്നു. അവർ സംസാരിച്ചത് വേഗത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായിട്ട് ആ പ്രവാചകന്മാർ എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ അവർ മടങ്ങിച്ചെന്ന് മുൻപേ വെളിപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാരുടെ എഴുത്തുകളെ പരിശോധിച്ച് അത് എപ്രകാരമോ അത് എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. That's right. So the prophets did not always understand what God said through them. അപ്പോൾ പ്രവാചകന്മാരോട് ദൈവം എന്താണോ പറഞ്ഞത് അത് അവർ പറയുമ്പോൾ തന്നെയും അവർക്ക് പറയുന്നത് അവർക്ക് തന്നെയും പൂർണ്ണമായും പലപ്പോഴും മനസ്സിലായിട്ടില്ല. How trustworthy are the prophets? എത്രത്തോളം വിശ്വാസയോഗ്യരാണ് പ്രവാചകന്മാർ? 2 Chronicles 20:20. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20:20 പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. Jehoshaphat was the king of Israel or Judah. യൂദ രാഷ്ട്രത്തിന്റെ രാജാവായിരുന്നു ജഹോഷഫത്ത്. They were about to face a huge challenge. അവർ വലിയൊരു വെല്ലുവിളി നേരിടുവാൻ പോവുകയായിരുന്നു. Mighty armies were arrayed against them. അവർക്കെതിരെ ശക്തമായ ചില സൈന്യങ്ങൾ അണിനിരക്കുവാൻ തക്കവണ്ണം ഇടയായി. And then when the people were afraid and they cried out to the Lord, അവർ ദൈവത്തോട് ആ കാഴ്ച കണ്ട് നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ the spirit of the Lord came upon one person in the congregation. ആ സഭാ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു. And that person said, listen, you will not need to fight. I will fight for you. ആ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. Jehoshaphat could have said, we already have the Bible. യഹോഷഫത്തിന് പറയാമായിരുന്നു, വേദപുസ്തകം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴേ ഉണ്ട്. Why do we need to listen to this person? ഇവിടെ ഒരു പ്രവാചകൻ എന്ന് പറയുന്നവന്റെ വാക്കുകളെ ഞാൻ എന്തിനു കേൾക്കണമെന്ന് യഹോഷഫത്തിന് പറയാമായിരുന്നു. Let's not worry about what he said. Let's continue what we're doing. നാം ചെയ്യുന്നത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം, അവൻ പറയുന്ന വാക്കുകൾ കാര്യമാക്കേണ്ടതില്ല. Would Jehoshaphat have overcome the enemy that way? അപ്രകാരമാണോ ശത്രുവിനെ യഹോഷഫത്ത് അതിജീവിച്ചത്? If he rejected what the prophet was saying? അവിടെ പ്രവാചകൻ പറയുന്നതിനെ കേൾക്കുവാൻ മനസ്സില്ലാതെ തള്ളിക്കളയുന്നതാണോ യഹോഷഫത്ത് പ്രവർത്തിച്ചത്? He would not. അവൻ അതല്ല ചെയ്തത്. But instead what he said is, believe the Lord your God, so shall ye be established. Believe his prophets, so shall ye prosper. എന്നാൽ അതിന് പകരം അത് കേട്ട് യഹോഷഫത്ത് പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. Okay. So we already understood that God speaks through the prophets. നമുക്ക് മനസ്സിലായി ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നുവെന്ന്. And we already understood also that it wasn't positive for Israel to reject the prophets. നമുക്ക് മനസ്സിലായി ഇസ്രായേൽ ജനത്തിന് പ്രവാചകന്മാരെ തിരസ്കരിക്കുവാൻ സാധിക്കില്ല. തിരസ്കരിച്ചാൽ അത് അവരുടെ നാശത്തിന് കാരണമാകും എന്ന്. But they were greatly blessed if they followed the prophets. എന്നാൽ അവർ ദൈവത്തിന്റെ പ്രവാചകന്മാരെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വലിയ സ്വർഗീയ നന്മകൾ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു. And we also made a connection with today. ആ ഒരു സംഭവത്തെ ഇന്നത്തെ ലോകവുമായി, ഇന്നത്തെ നമ്മുടെ കാലവുമായി നമ്മൾ താരതമ്യം ചെയ്തു കഴിഞ്ഞു. God used Moses to take Israel out of Egypt. മിസ്രൈമിൽ നിന്നും തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം മോശ എന്ന പ്രവാചകനെ ഉപയോഗിച്ചതുപോലെ And to preserve Israel in the wilderness. ആ മരുഭൂമിയിലൂടെ നശിച്ചു പോകാതെ തന്റെ ജനത്തെ പരിപാലിക്കേണ്ടതിന് ദൈവം ഒരു പ്രവാചകനെ അയച്ച് അവരെ സഹായിച്ചതുപോലെ, The same way God used a modern prophet to guide his people through. അതുപോലെ തന്നെ അന്ത്യകാലത്ത് സ്വർഗീയ കനാനിലേക്ക് സഞ്ചരിക്കുന്നവരായ നമുക്ക് സഹായത്തിനായി, നമ്മെ പരിപാലിക്കുവാനായി ഒരു പ്രവാചകനെ വീണ്ടും നമ്മുടെ സഹായത്തിനായി അയച്ചിരിക്കുന്നു. We'll soon come back to this. അതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. ഈ സമയത്ത് ചെറിയൊരു ബ്രേക്ക്.